Hi guys, welcome back to English Ladder. I'm Jesslyn, your language trainer. Today we are going to learn 5 idioms you may have come across in your daily life. ചിലപ്പോൾ ഹോളിവുഡ് മൂവീസിലായിരിക്കാം, TV സീരീസിലായിരിക്കാം. You may have heard these. പക്ഷേ നിങ്ങൾക്ക് മീനിങ് മനസ്സിലാവാത്ത കുറച്ച് ഇഡിയംസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. First one, soft spot. എന്തിനോടെങ്കിലും അല്ലെങ്കിൽ ആരോടെങ്കിലുമുള്ള ഒരു പ്രത്യേക താല്പര്യത്തിനെ റെഫർ ചെയ്യുന്ന ഒരു ഇഡിയമാണിത്. Now let's see soft spot എന്നുള്ള ഇഡിയം സെന്റൻസിൽ എങ്ങനെ യൂസ് ചെയ്യാമെന്ന് നോക്കാം. My parents always had a soft spot for my younger brother. എൻ്റെ യങ്ങർ ബ്രദറിനോട് എൻ്റെ പേരൻസിന് എപ്പോഴും ഒരു സ്പെഷ്യൽ ഇഷ്ടം ഉണ്ടായിരുന്നു എന്ന്. Got it? Second idiom, under the weather. Under the weather എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യു ഫീലിംഗ് സിക്ക് അല്ലെങ്കിൽ യു ഫീലിംഗ് ഇൽ, നിങ്ങൾക്ക് ഫിസിക്കലി സുഖമില്ല എന്ന് പറയാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഇഡിയമാണിത്. ലെറ്റ്സ് സീ ഹൗ വി യൂസ് ഇറ്റ് ഇൻ എ സെന്റൻസ്. ഐ ഹാവ് എൻ ഇമ്പോർട്ടൻറ്റ് ക്ലയൻറ്റ് മീറ്റിംഗ് ടുഡേ ബട്ട് ഐ എം ഫീലിംഗ് അണ്ടർ ദി വെദർ. എനിക്കിന്നൊരു ഇമ്പോർട്ടൻറ്റ് ക്ലയൻറ്റ് മീറ്റിംഗ് ഉണ്ട്, പക്ഷേ എനിക്ക് നല്ല സുഖമില്ല എന്ന്. ഒരു എക്സാമ്പിളൂടെ നോക്കാം. ഇന്നലെ കുറേ സമയം മഴയത്ത് കളിച്ചതുകൊണ്ട് എനിക്കിന്ന് നല്ല സുഖമില്ല. എങ്ങനെ ഇംഗ്ലീഷിൽ പറയും? I am feeling a bit under the weather after playing in the rain for a long time yesterday. Got it? Under the weather. Let's move on to the third idiom. The third idiom is freak out. Freak out എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ദേഷ്യമോ അല്ലെങ്കിൽ വിഷമോ അല്ലെങ്കിൽ കൺഫ്യൂഷനോ ഒക്കെ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഇഡിയമാണ്. യൂസേജ് നോക്കാം. ഫോർ എക്സാമ്പിൾ, your friend or colleague is in a bad situation. And they start to panic, they start to worry a lot. So you can tell them, hey, don't freak out. Let's think of a solution. പേടിക്കണ്ട, നമുക്കൊരു സൊല്യൂഷൻ നോക്കാമെന്ന്. What you have to keep in mind here is that freak out എന്നുള്ളത് നമ്മൾ ഫോർമൽ സിറ്റുവേഷൻസിൽ യൂസ് ചെയ്യാറില്ല. അത് തികച്ചും ഇൻഫോർമൽ ആയിട്ടുള്ള ഒരു ഇഡിയമാണ്. ഓക്കെ, ഫോർമൽ സിറ്റുവേഷനിൽ യൂസ് ചെയ്യണ്ട. Let's move on to the next one. The fourth idiom is kill time. Kill time എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സമയം കളയുക, ലൈക്ക് പാസ് ടൈം. നമുക്ക് വേറൊന്നും ചെയ്യാൻ പറ്റാത്ത സമയത്ത്, വേറൊന്നും ചെയ്യാനില്ലാത്ത സമയത്ത് വെറുതെ സമയം കളയുന്നതിനെ പറയുന്ന ഇഡിയമാണിത്. നമ്മൾ എക്സാമ്പിൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവും. ഓക്കെ, ലെറ്റ്സ് ഹാവ് എ ലുക്ക് അറ്റ് ദി എക്സാമ്പിൾസ്. ഇപ്പോൾ COVID-19 ലോക്ക്ഡൗൺ ഒക്കെ കഴിഞ്ഞിരിക്കുകയാണല്ലേ. ലോക്ക്ഡൗൺ സമയത്ത് നമുക്ക് വർക്കിനൊന്നും പോകാൻ പറ്റിയിട്ടില്ല. വി വർ സിറ്റിംഗ് അറ്റ് ഹോം ഡൂയിങ് നത്തിങ്. അപ്പോൾ ആരോടെങ്കിലും നിങ്ങൾ ലോക്ക്ഡൗൺ സമയത്ത് എങ്ങനെ സമയം കളഞ്ഞു എന്ന് എങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കും? ഹൗ ഡിഡ് യു കിൽ ടൈം ഡ്യൂറിങ് ദ ലോക്ക്ഡൗൺ? ഐ റിപ്പീറ്റ്, ഹൗ ഡിഡ് യു കിൽ ടൈം ഡ്യൂറിങ് ദ ലോക്ക്ഡൗൺ? Got it? Let's have a look at another example. I read the magazine to kill time while I waited for my dentist. അതായത് എൻ്റെ ഡെന്റിസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ സമയം കളയാൻ വേണ്ടി ഞാൻ മാഗസിൻ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന്. Got it? Let's move on to the last one. Pull strings. Pull strings എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചരട് വലിക്കാന്നാണ് നമ്മൾ മലയാളത്തിൽ പറയുന്നത്. ദിസ് മീൻസ് ടു യൂസ് യുവർ ഫ്രണ്ട്ഷിപ്സ് ഓർ കണക്ഷൻസ് വിത്ത് ഹയർ ഒഫീഷ്യൽസ് അല്ലെങ്കിൽ പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരുമായിട്ടുള്ള കണക്ഷൻസ് യൂസ് ചെയ്ത് എന്തെങ്കിലും സാധിച്ചെടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ മീനിങ്. യൂസേജ് നോക്കാം. ഇഫ് യു റിയലി വാണ്ട് ദ ജോബ് ഐ ക്യാൻ പുൾ എ ഫ്യൂ സ്ട്രിങ്സ് ഫോർ യു. നിനക്ക് ആ ജോലി ശരിക്കും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ കണക്ഷൻസ് യൂസ് ചെയ്ത് അറേഞ്ച് ചെയ്ത് തരാമെന്ന്. Another example would be, Mike got into the college even though he didn't have good grades because his dad had pulled a few strings with the management. മൈക്കിന് നല്ല മാർക്കൊന്നും ഇല്ലായിരുന്നെങ്കിലും he got into the college because അവൻ്റെ അച്ഛൻ മാനേജ്മെൻ്റ് ആയിട്ടുള്ള കണക്ഷൻസ് ഒക്കെ യൂസ് ചെയ്ത് അഡ്മിഷൻ എടുത്തതാണെന്ന്. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ ടു യു. നമ്മൾ ഇന്ന് 5 ഇഡിയംസ് പഠിച്ചു. എന്തൊക്കെയായിരുന്നു? സോഫ്റ്റ് സ്പോട്ട്, അണ്ടർ ദി വെദർ, kill time, freak out, and pull strings. I hope you use these next time to become a better communicator. So keep watching and keep learning with English Ladder. Bye-bye.